ഇന്ന് കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ചരിത്ര പ്രാധാന്യമുള്ള ദിവസമാണ്. ഇന്നാണ് പോപ്പ് ലയോ 14 മാർപ്പാപ്പ തൻ്റെ ആദ്യത്തെ ചാക്രിക ലേഖനം പുറത്തിറക്കുന്ന ദിനം. ഏകദേശം 135 വർഷങ്ങൾക്ക് മുമ്പാണ് പോപ്പ് ലയോ 13 മാർപ്പാപ്പ അന്ന് ലോകത്തിൽ വ്യാവസായിക വിപ്ലവത്തിൻ്റെ പരിണതഫലമായി ലോകം നേരിടുന്ന, സമൂഹം നേരിടുന്ന, മനുഷ്യൻ നേരിടുന്ന വെല്ലുവിളികൾക്ക് ഒരു പ്രതിവിധി എന്നോണം അല്ലെങ്കിൽ മറുപടി എന്നോണം തിരുസഭയിൽ റേരും നൊവാരും എന്ന് പറഞ്ഞ ചാക്രിക ലേഖനം മനുഷ്യ വംശത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പുറത്തിറക്കിയത്. അതിൻ്റെ 135 വാർഷിക ദിനത്തിൽ, അതായത് മെയ് 15 തീയതിയാണ് ലയോ 14 മാർപ്പാപ്പ പുറത്തിറക്കുന്ന ചാക്രിക ലേഖനം ഔദ്യോഗികമായി ഒപ്പിട്ട് സ്ഥിരീകരിച്ചത്. അത് ഇന്ന് മെയ് 25 തീയതി 2026 സിനഡ് ഹാളിൽ വെച്ച് അത് പ്രകാശനം ചെയ്തിരിക്കുകയാണ്. ലോകം മുഴുവനും വലിയ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഈ പുതിയ ചാക്രിക ലേഖനത്തെ നോക്കിക്കാണുന്നത്. കാരണം ഇന്ന് ലോകത്തിൽ മനുഷ്യൻ നേരിടുന്ന വെല്ലുവിളികളിൽ അതിപ്രധാനമായ ഒരു കാര്യം തന്നെയാണ് നിർമ്മിത ബുദ്ധിയുടെ ശക്തമായ കുതിച്ചുകയറ്റവും വളർച്ചയും. ഇത് സാമൂഹിക ജീവിതത്തെ, അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ ജീവിതത്തെ അതിശക്തമായി സ്വാധീനിക്കുന്ന തരത്തിൽ തൊഴിൽ മേഖല, സാമ്പത്തിക മേഖലകളൊക്കെ ബാധിക്കുന്ന രീതിയിൽ നിർമ്മിത ബുദ്ധി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാവണം ഒരു പ്രവാചകൻ്റെ ശബ്ദത്തോടെ ലയോ 14 മാർപ്പാപ്പ താൻ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട് 2 ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ വത്തിക്കാനിലെ സിനഡ് ഹാളിൽ കർദിനാൾമാരെ എല്ലാവരെയും അഭിസംബോധന ചെയ്യുമ്പോൾ മാർപ്പാപ്പ ഇപ്രകാരം പറയുകയുണ്ടായി. അതായത് ഇന്ന് ലോകം വ്യാവസായിക വിപ്ലവം പോലെ തന്നെ മറ്റൊരു വിപ്ലവത്തിൻ്റെ പരിണത ഫലങ്ങളും അതോടൊപ്പം തന്നെ വെല്ലുവിളികളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് മനുഷ്യൻ്റെ സാമ്പത്തിക മേഖല, തൊഴിൽ മേഖല, സാമൂഹിക ജീവിതത്തെയൊക്കെ സ്വാധീനിക്കുന്ന തരത്തിൽ നിർമ്മിത ബുദ്ധി കുതിച്ചുകയറ്റം നടത്തുമ്പോൾ അവൻ്റെ മാഹാത്മ്യവും അതോടൊപ്പം തന്നെ മഹത്വവും ഉയർത്തി കാണിക്കേണ്ടത് സഭയുടെ ദൗത്യമാണെന്നും അതിനുവേണ്ടി സഭ സാമൂഹികമായ പ്രബോധനങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യവംശത്തിൻ്റെ മൂല്യം ഉയർത്തിപ്പിടിക്കുമെന്ന് മാർപ്പാപ്പ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയുണ്ടായി. അതിനുശേഷം മാർപ്പാപ്പ തുടർന്നുള്ള തൻ്റെ പേപ്പസിയുടെ വാർഷികം കഴിഞ്ഞ് വരുന്ന ഈ മാസം തന്നെ ഏറെ പ്രാർത്ഥനയോടും ഒരുക്കത്തോടും കൂടി തന്നെ പുതിയ ചാക്രിക ലേഖനം ലോകം മുഴുവനുമുള്ള 1.4 ബില്യൺ കത്തോലിക്ക ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പുറത്തിറക്കുമ്പോൾ, അത് സഭയുടെ തന്നെ ഔദ്യോഗികമായ ഒരു പഠനമായി പുറത്തിറക്കുമ്പോൾ അതിനേറെ പ്രാധാന്യമുണ്ട്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പോലും പ്രത്യേകമായി സൂചിപ്പിക്കുകയുണ്ടായി, മാർപ്പാപ്പയുടെ പുറത്തിറങ്ങാൻ പോകുന്ന ഈ ചാക്രിക ലേഖനത്തെ വലിയൊരു ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നതെന്നും ഇത് സമൂഹത്തിൽ വലിയൊരു സ്വാധീനം തന്നെ ചെലുത്തുവാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഏതായിരുന്നാലും 2026 മെയ് 25 തീയതി 11:30 മണിക്ക് വത്തിക്കാനിലെ സിനഡ് ഹാളിൽ വെച്ച് കർദിനാൾ പിയത്രോ പരോളിൻ, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് വത്തിക്കാൻ, അതോടൊപ്പം തന്നെ വിവിധ ഡെക്കാസ്ട്രികളുടെ പ്രീഫെക്റ്റുമാരായ മാനുവൽ ഫെർണാണ്ടസ് കർദിനാൾ, അതോടൊപ്പം തന്നെ മൈക്കിൾ ഷെർണി എന്നീ കർദിനാൾമാരുടെയൊക്കെ സാന്നിധ്യത്തിലും ഈ മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനം പുറത്തിറക്കുമ്പോൾ ലോകം മുഴുവനുമുള്ള വ്യത്യസ്തമായ യൂണിവേഴ്സിറ്റികളിൽ ഈ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള പ്രൊഫസേഴ്സും ആ സാഹചര്യത്തിൽ സന്നിഹിതനായിരുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അതിലുപരിയായി മാർപ്പാപ്പ തന്നെ ഇതിൻ്റെ റിലീസിംഗ് ചടങ്ങിൽ മാർപ്പാപ്പ തന്നെ പ്രത്യേകമായി അതിൽ പങ്കെടുത്തു എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഏതായിരുന്നാലും മാർപ്പാപ്പ തൻ്റെ പേപ്പസിയിൽ ഉടനീളം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയുടെ സാങ്കേതിക വശങ്ങളുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഇത് മനുഷ്യവംശത്തിൻ്റെ അതോടൊപ്പം മനുഷ്യരാശിയുടെ മഹത്വം ഉയർത്തി കാണിക്കുന്നതിൽ എത്രമാത്രം ശ്രദ്ധ ചെലുത്തേണ്ടതുമാണ് എന്നുള്ള കാര്യം പല സാഹചര്യങ്ങളിലായിട്ട് വ്യക്തമാക്കുകയുണ്ടായി. നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആരോഗ്യ മേഖലയിലും അതോടൊപ്പം തന്നെ മറ്റ് പല മേഖലകളിലും മനുഷ്യന് ഉന്നതമായ സഹായങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് മനുഷ്യൻ്റെ മഹത്വത്തെ, ഡിഗ്നിറ്റിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ തന്നെ ചില സാഹചര്യങ്ങളിൽ വെല്ലുവിളികൾ ഉയർത്തുന്നതായി മാർപ്പാപ്പ ലയോ 14 മാർപ്പാപ്പ മനസ്സിലാക്കുകയും ഈ മേഖലകളിൽ അതിശക്തമായ ഇടപെടലുകൾ ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു പുതിയ ചാക്രിക ലേഖനം, തൻ്റെ ആദ്യത്തെ ചാക്രിക ലേഖനം നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് അദ്ദേഹം പുറത്തിറങ്ങുന്നത്. ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, മാർപ്പാപ്പ ഈ ചാക്രിക ലേഖനം പുറത്തിറക്കുമ്പോൾ
അത് ലോകത്തിലെ ക്രൈസ്തവരെ അല്ലെങ്കിൽ കത്തോലിക്കരെ മാത്രം അഭിസംബോധന ചെയ്തുകൊണ്ട് പുറത്തിറക്കിയിരിക്കുന്ന ഒരു ചാക്രിക ലേഖനമല്ല, മറിച്ച് പീപ്പിൾ ഓഫ് ഓൾ ഗുഡ് വിൽ എന്നാണ് അത് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. അതായത് ലോകം മുഴുവനുമുള്ള ഒരു സാർവത്രിക മാനം നൽകുന്ന രീതിയിൽ കത്തോലിക്ക സഭയ്ക്ക് മക്കൾക്ക് അപ്പുറത്തേക്ക് ലോകം മുഴുവനുമുള്ള എല്ലാവരോടുമായിട്ടാണ് ഈ ചാക്രിക ലേഖനം മാർപ്പാപ്പ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. ലയോ 14 മാർപ്പാപ്പയുടെ മുൻഗാമികളും ഇത്തരത്തിൽ ചാക്രിക ലേഖനങ്ങൾ എഴുതിയപ്പോൾ ടു പീപ്പിൾ ഓഫ് ഓൾ ഗുഡ് വിൽ എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ജോൺ 23 മാർപ്പാപ്പ മാത്തർ എത്ത് മജിസ്ട്രേസ്, അതോടൊപ്പം തന്നെ പാച്ചം ഇൻ തേറീസ് എന്ന് പറഞ്ഞ ചാക്രിക ലേഖനം 1961 1963 പുറത്തിറങ്ങുമ്പോൾ ഇത്തരത്തിൽ കത്തോലിക്കർക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, ടു ഓൾ ദ പീപ്പിൾ ഓഫ് ഗുഡ് വിൽ എന്നുള്ള രീതിയിൽ ലോകം മുഴുവനും സാർവത്രിക മാനം നൽകുന്ന രീതിയിൽ എല്ലാവരുടെയും ശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ട് തന്നെയാണ് അന്നും ചാക്രിക ലേഖനം പുറത്തിറക്കിയിരിക്കുന്നത്. ഏതായിരുന്നാലും മറ്റൊരു സുപ്രധാനമായൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ചാക്രിക ലേഖനത്തിൻ്റെ പ്രസാധന സമയത്ത് അമേരിക്കയിലെ ഉന്നതമായ പ്രശസ്തമായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ വലിയ സംഭാവനകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആന്ത്രോപിക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മേഖലയിലെ കോ ഫൗണ്ടറായിരിക്കുന്ന ക്രിസ്റ്റഫർ ഓലയും ഇതിൽ പങ്കെടുക്കും എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് അദ്ദേഹം ക്രൈസ്തവ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ തന്നെയാണ് നിർമ്മിത ബുദ്ധിയുടെ മേഖലയിൽ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും പരാമർശങ്ങൾ ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കത്തോലിക്ക സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടാണെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒപ്പം മാർപ്പാപ്പയുടെ ഈ പുതിയ പുറത്തിറക്കിയിരിക്കുന്ന ഈ ചാക്രിക ലേഖനത്തിൻ്റെ പഠന പ്രബോധനങ്ങൾ ലോകം മുഴുവനും സ്വാധീനം ചെലുത്തുന്ന സാഹചര്യത്തിൽ നിർമ്മിത ബുദ്ധിയുടെ മേഖലയിൽ വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്റ്റഫർ ഓലയുടെ സാന്നിധ്യം തീർച്ചയായിട്ടും സമൂഹത്തിൽ വിവിധ മേഖലകളിൽ സാംസ്കാരിക മത സാമൂഹിക മതിലുകൾക്കപ്പുറം സ്വാധീനം ചെലുത്തുവാൻ സഹായകരമാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഏതായിരുന്നാലും വിവര സാങ്കേതിക മേഖലയിൽ ലോകം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അത് മനുഷ്യ ജീവിതത്തിൻ്റെ സാമൂഹികമായ ജീവിത സാഹചര്യങ്ങളെ സ്വാധീനം ചെലുത്തുമ്പോൾ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലാണെന്നും മനുഷ്യന് അവനിൽ തന്നെ വലിയ ഒരു മഹത്വമുണ്ടെന്നും അവൻ ദൈവത്തിൻ്റെ പ്രതിച്ഛായയാണെന്നും ലോകത്തിലെ ഏത് വിവര സാങ്കേതിക മേഖലയിലുള്ള വളർച്ചയും ആ മഹത്വത്തെ വിസ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ആകുകയില്ല എന്നും മാർപ്പാപ്പ പ്രത്യേകമായിട്ട് തൻ്റെ ചാക്രിക ലേഖനത്തിലൂടെ സൂചിപ്പിക്കുകയാണ്. മനുഷ്യരാശിയുടെ മഹത്വം ഉയർത്തി കാണിക്കുന്ന തരത്തിൽ ഇതിനു മുമ്പും പല രീതിയിൽ പല മാർപ്പാപ്പമാരും പല ചാക്രിക ലേഖനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അതോടൊപ്പം മനുഷ്യ വംശത്തിൻ്റെ വളർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടി ലയോ 13 മാർപ്പാപ്പ റേറും നൊവാരും, അതോടൊപ്പം തന്നെ ജോൺ പോൾ 2 മാർപ്പാപ്പ എവാഞ്ചലി വീത്തെ എന്ന് പറഞ്ഞ ചാക്രിക ലേഖനവും, അതോടൊപ്പം തന്നെ ജോൺ 23 മാർപ്പാപ്പ പാച്ചം ഇൻ തേറീസ് എന്ന് പറഞ്ഞ ചാക്രിക ലേഖനവും, ഇങ്ങനെ വിവിധങ്ങളായ മാർപ്പാപ്പമാർ ഓരോ കാലഘട്ടത്തിലും ഇതുപോലെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ശാസ്ത്രീയ വളർച്ചയുടെ സ്വാധീനം മനുഷ്യൻ്റെ ഡിഗ്നിറ്റിയെ, അവൻ്റെ മഹത്വത്തെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യത്തിൽ ചാക്രിക ലേഖനങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഉന്നത ഒരു കുതിച്ചുകയറ്റം തന്നെയാണ് നിർമ്മിത ബുദ്ധിയുടെ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർപ്പാപ്പ ലയോ 14 മാർപ്പാപ്പ തൻ്റെ ആദ്യത്തെ ചാക്രിക ലേഖനം ഈ മേഖലയിൽ പുറത്തിറക്കുമ്പോൾ അത് 2ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പഠനത്തിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണം നമുക്കതിനെ മനസ്സിലാക്കുവാനും. കാരണം സഭ മുന്നോട്ടുള്ള തൻ്റെ വളർച്ചയിൽ സയൻസ് ഓഫ് ദ ടൈം, കാലഘട്ടത്തിൻ്റെ അടയാളങ്ങൾ വിവേചിച്ചറിഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്നുള്ള സഭയുടെ പഠനത്തിന് പ്രത്യുത്തരം നൽകിക്കൊണ്ടാണ് പുതിയ മാർപ്പാപ്പ ഇത്തരത്തിൽ ഒരു ചാക്രിക ലേഖനം പുറത്തിറക്കിയിരിക്കുന്നത്. നമുക്ക് ഈ ചാക്രിക ലേഖനം മനുഷ്യൻ്റെ മഹത്വം ഉയർത്തി കാണിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുമെന്നും അടിസ്ഥാനപരമായി അവൻ്റെ തൊഴിലിൻ്റെ മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ, അതോടൊപ്പം തന്നെ ജോലി എല്ലാ മേഖലകളിലും, ആരോഗ്യ മേഖലകളിലും വലിയ സഹായമായി ഈ നിർമ്മിത ബുദ്ധിയുടെ വളർച്ച ഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാം. ലയോ 14 മാർപ്പാപ്പ ഈ എൻസൈക്ലിക്കൽ പുറത്തിറക്കുമ്പോൾ ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് പരിശുദ്ധ മറിയം സഭയുടെ അമ്മയാണ് എന്നുള്ള തിരുനാൾ കൂടി ഇന്ന് തിരുസഭയിൽ ആഘോഷിക്കപ്പെടുകയാണ്. ഈ ദിവസം തന്നെ തിരുസഭയെ നയിക്കുന്ന ലയോ 14 മാർപ്പാപ്പയുടെ
ചാക്രിക ലേഖനം പുറത്തിറങ്ങുമ്പോൾ അത് തിരുസഭ മാതാവ് മനുഷ്യവംശത്തിന് നൽകുന്ന ഒരു സമ്മാനമായി നമുക്ക് കരുതാം. ഏതായിരുന്നാലും ഈ ചാക്രിക ലേഖനം പുറത്തിറക്കുന്നത് നോർത്ത് അമേരിക്കയിലെ ഇഗ്നേഷ്യസ് പ്രസ് എന്ന് പറഞ്ഞ പ്രശസ്തമായ പബ്ലിഷിംഗ് കമ്പനിയാണ് ലോകം മുഴുവനും മാർപ്പാപ്പയുടെ ഈ ചാക്രിക ലേഖനം എത്തിക്കുന്നത്. മാർപ്പാപ്പയുടെ ഈ പുതിയ ചാക്രിക ലേഖനം പുറത്തിറങ്ങുമ്പോൾ ജാതി മതഭേദമന്യേ ലോകം മുഴുവനും വലിയ സ്വാധീനം ചെലുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാം. വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ഗുഡ്നസ് ടെലിവിഷന് വേണ്ടി യൂറോപ്യൻ കോർഡിനേറ്റർ ഫാദർ ജോബി പോൾ.